ഇപ്പോൾ ഐഫോൺ 15 സീരീസിലൊക്കെ 48 മെഗാ പിക്സലിലെ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നോർമലി നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഈ ഒരു 48 മെഗാ പിക്സൽ മോഡും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം ഐഫോൺ 15 സീരീസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 24 മെഗാ പിക്സൽ അല്ലാന്നുണ്ടെങ്കിൽ 12 മെഗാ പിക്സലിലായിരിക്കും ഫോട്ടോ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു 48 മെഗാ പിക്സൽ റെസൊല്യൂഷനിൽ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോണിൽ എങ്ങനെ 48 മെഗാ പിക്സൽ മോഡും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ സെറ്റിങ്സിൽ നമുക്ക് ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസൊല്യൂഷൻ കൺട്രോൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 48 മെഗാ പിക്സൽ മോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അതിനുശേഷം നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പം ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, HEIF മാക്സ്. അത് ഡിഫോൾട്ടായിട്ട് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഓണാക്കി വെക്കുക. അത് ഓണാക്കി കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിലായിരിക്കും ഫോട്ടോ എടുക്കുക. അപ്പം ഞാൻ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണ്. ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും 48 മെഗാ പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഐഫോൺസിൽ 48 മെഗാ പിക്സൽ മോഡിൽ ഫോട്ടോ എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.